അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ അമ്പലം. കണിക്കൊന്നയും മുത്തുക്കൂടെ എല്ലാം കൂടെ ആയപ്പോൾ അമ്പലം ആകെ അടിപൊളി വൈബായിരുന്നു. അമ്പലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിക്കാനായിട്ട് അവളുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്കൂട്ടിൽ കയറി അവളുടെ വീടെത്തി. ആ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലാക്കി അമ്മ ഒറ്റ ഓട്ടമായിരുന്നു അടുക്കളയിലോട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറി. അതിനുശേഷം പരിസരമെല്ലാം ചുറ്റിക്കാണാനായിട്ട് ഇറങ്ങി. അപ്പം നല്ല നീല അമ്പലം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം അമ്മ അകത്ത് എനിക്ക് പായസമൊക്കെ തന്നു. അങ്ങനെ പായസമൊക്കെ ആസ്വദിച്ച് കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കിടക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഉച്ചയോട് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അവിടുത്തെ കുഞ്ഞൂട്ടൻ സാറിന് അമ്മ പപ്പടവും ചിപ്സും ഒക്കെ കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ഇലയെല്ലാം ഇട്ട് ഉച്ച സദ്യ കഴിക്കാനായിട്ട് റെഡിയായി. അങ്ങനെ സദ്യ കഴിക്കാൻ എല്ലാവരും റെഡിയായി ഇരുന്നതിന് ശേഷം ആസ്വദിച്ച് എല്ലാവരും സദ്യയൊക്കെ നല്ല കണക്ക് കഴിച്ചു. അതിനുശേഷം അവിടുത്തെ ജൂലിക്കും നമ്മളെ ഉത്സവ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവളുടെ ചേച്ചിയുടെ കൊച്ചും ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും കുറച്ച് നേരം കളിപ്പിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഉത്സവത്തിന് പോകാനായിട്ട് എല്ലാവരും റെഡി ആവാൻ സമയമായപ്പോഴത്തേക്കും കറണ്ട് പോയി കിട്ടി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. അടുത്ത ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രാൻസിഷൻ വീഡിയോ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. രാവിലെ കണിക്കൊന്നയിൽ പൂത്തിലിഞ്ഞിരുന്ന അമ്പലം നൈറ്റ് ആയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ലൈറ്റ് വർക്ക്സ് ഒക്കെ കൊണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. 31ഓളം ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, എന്നാലും കുറേയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ DJയും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഏത് ഉത്സവത്തിന് പോയാലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ ഐസ്ക്രീം. അങ്ങനെ 2 ടൈപ്പ് ഐസ്ക്രീം ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ചേരം അവിടെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത പരിപാടിക്ക് കയറി. അങ്ങനെ ഭൂതപ്രേത പിശാചുകളുടെയും ഒക്കെ ഫയർ ഡാൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.